Namshivaya. Good afternoon, all of you. In the previous class, we already gone through about the author of the poem, The Kite. I think all of you remember about the author. Now let us discuss the poem and the beauty of. Let us enjoy the beauty of the poem. I think you are ready to enjoy the poem. Are we ready for that? So shall we start? Okay. Then we are moving to the poem, The Kite. All of us like to fly kites. Have you ever tried to fly one? I think you like to fly the kites, and everybody is tried for such an attempt to fly kites. Read this poem about the kite as it flies in the sky. So in this poem, the poet giving a verbal picture of the verbal picture of the kite flying. So let us move on. How bright on the blue is a kite when it's new. With a dive and a dip, it snaps its tail. So the poet gives a verbal picture. The poet has drawn a beautiful picture of the flying kites through words in this poem. We already says that. So let us move through the lines. How bright on the blue. It's a kite when it's new. So this is how bright on the blue. So he says about the beautiful sky. Its color is blue. The kite when it's new. The kite when flap or flying on the blue sky, it's makes more beautiful. When I dive and the dip, it snaps its tail. Then soar like a ship with only a sail. As over tides with wind it rides, climbs on the crest of the guest and pulls. So, how bright on the blue is a kite when it's new. The poet says, how bright on the blue. ആ ആകാശത്തിൽ എന്ത് ഭംഗിയിലാണ് നമ്മളെ കൈറ്റ്. ആ ഡാർക്ക് ബ്ലൂ സ്കൈയിൽ അതിൻ്റെ ഒരു ബ്യൂട്ടിയാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. ദ കൈറ്റ് വെൻ ഇറ്റ്സ് ന്യൂ. ഒരു പുതിയ കൈറ്റ് അല്ലെങ്കിൽ ഒരു പുതിയ പട്ടം ആകാശത്ത് പാറി കളിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി. When it's a dive like a, then he says about the movement that done by the kite when it's dive like a dip. He just made a comparison. അതായത് ഒരു ഷിപ്പ് ഒരു ഒരു സീൽ എങ്ങനെ പോകുന്നു, അപ്പോൾ അതുപോലെയാണ് ഏകദേശം ഇതിൻ്റെ ഒരു കമ്പാരിസൺ പറയുന്നത്. ഒരു ഷിപ്പിൻ്റെ മൂവ്മെൻറ്റ് പോലെ തന്നെയാണ് അത്. എങ്ങനെ സ്കൈയിൽ അതുപോലെ തന്നെ ആ ഒരു കൈറ്റ് ഉണ്ടാക്കുന്ന മൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മുടെ പോയിട്ട് പറയുന്നത്. when a dive and a dip. സോ നമുക്ക് വെള്ളത്തിൽ ഡൈവ് ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ, ഡൈവും ഡിപ്പും. when a dive and dip means ക്യുക്കായിട്ട്, അതായത് മുകളിലേക്ക് ഡൈവ് ചെയ്ത് പോയി താഴേക്ക് പെട്ടെന്ന് വരുന്നതിനാണ് പറയുന്നത്. ഇറ്റ് സ്നാപ്സ് ഇറ്റ് ടെയിൽ. സോ നമ്മുടെ പട്ടത്തിനൊരു വാലുണ്ടായിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ പട്ടം പറത്തുന്നതല്ലേ. സോ ഇറ്റ്സ് ആസ് ടെയിൽ. സോ ദ മീനിങ് ഓഫ് സ്നാപ്പ് ഈസ് മൂവ് വിത്ത് നോയ്സ്. അതായത് ഒരു ചെറിയ സൗണ്ടോട് കൂടി ഇങ്ങനെ ആകാശത്ത് ആ പാറി കളിക്കുന്ന അതിൻ്റെ മൂവ്മെൻറ്റ്, മുകളിലേക്ക് പോയിട്ട് താഴേക്ക് പെട്ടെന്ന് ഡിപ്പ് ചെയ്ത് വരുമ്പോൾ അതിനൊരു തരം സൗണ്ട്, അത് നോയ്സ് അത് ഉണ്ടാക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പറഞ്ഞത്. ദെൻ ഇറ്റ്സ് സോർ ലൈക്ക് എ ഷിപ്പ് വിത്ത് ഓൺലി എ സെയിൽ. ദെൻ ഇറ്റ്സ് സോർ മീൻസ് ഹൈ, ഉയരുക എന്നുള്ള മീനിങ് ആണ്. ലൈക്ക് എ ഷിപ്പ് ഫ്ലൈസ് ഹൈ. നമ്മൾ വലിയ തിരമാലകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഷിപ്പ് നന്നായിട്ട് മുകളിലേക്ക് വരില്ലേ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്. വിത്ത് ഓൺലി എ സെയിൽ മീൻസ് ജേർണി എന്നാണ് കേട്ടോ മീനിങ്. ഓവർ ദ ടൈഡ്സ് ദ വിൻഡ്സ് ഇറ്റ്സ് റൈഡ്സ്. അപ്പോൾ അത് വിൻഡാണ്, കടലിൽ ആ ഒരു വിൻഡ് അല്ലെങ്കിൽ ആ ഒരു കാറ്റാണ് അതിൻ്റെ മൂവ്മെൻറ്റിന് സഹായിക്കുന്നത്. ടൈഡ്സ് മീൻസ് തിരമാലയാണ് ടൈഡ് എന്ന് പറയാറ് പൊതുവെ, പക്ഷേ ഇവിടെ കറണ്ട് അല്ലെങ്കിൽ പ്രസൻറ്റ് എന്നാണ് മീനിങ് കേട്ടോ. ക്ലൈംബ് ടു ദ ക്രെസ്റ്റ് ഓഫ് എ ഗസ്റ്റ് ആൻഡ് പുൾസ്. സോ ക്ലൈംബ്സ് ടു ദ ക്രെസ്റ്റ് ടോപ്പ് ഓഫ് ദ വേവ് of a guest and pulls, then seems to the rest and wind falls. When strings go slaps, you wind it back and run until a new breeze blows and its wings fill and up it goes. How bright on the blue is a kite when it's new. The rarer things you never will see.
when it's flap on the strings in the top of a tree. So it says about the movement. Again it says the beauty of kite flying. നമ്മൾ എവിടെ പറഞ്ഞു ആ ഒരു ഷിപ്പിൽ ഒരു ഷിപ്പ് എങ്ങനെയാണോ സീയിൽ മൂവ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ആകാശത്തിലൊരു കൈറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഇറ്റ്സ് ക്ലൈം ടു ദ ക്രെസ്റ്റ് ആൻഡ് എഗെയിൻസ്റ്റ് പുൾസ്. അപ്പോൾ നമ്മൾ ടോപ്പോ ഒരു വേവ് അതിൻ്റെ മുകളിലേക്ക് വിൻഡിൻ്റെ കാറ്റിൻ്റെ ഗതിക്ക് അനുസരിച്ച് അതിൻ്റെ മുകളിലേക്ക് പൊങ്ങി പോകുന്ന ആ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ എഴുതിയിരുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും ഒരു പട്ടം ആകാശത്ത് പറന്നത്. Then seems the rest and wind falls. The seems to the rest. അപ്പോൾ ആ ഒരു സ്കൈയിൽ ആ ഒരു പട്ടം പാറി കളിക്കുന്നത്. ആൻഡ് ദ വിൻഡ് ഫോൾസ്, വിൻഡ് ഇതാവുമ്പോൾ അതുപോലെ തന്നെ ആ പട്ടത്തിൻ്റെ മൂവ്മെൻറ്റിനും ഗതിക്കും അവിടെ കുറച്ച് മാറ്റങ്ങൾ ചേഞ്ചസ് വരുന്നു. when the string goes slack means നമ്മളിപ്പോൾ അതിൻ്റെ സ്ട്രിങ് ഇല്ലേ, പട്ടത്തിൻ്റെ ആ സ്ട്രിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു ചരട് നമ്മൾ എത്രത്തോളം വലിക്കുന്നോ അത്രത്തോളം പിന്നെ അത് ലൂസായി വരിക ചെയ്യുക. സ്ലാക്ക് മീൻസ് ലൂസ്. യു വിൻഡ് ഇറ്റ് ബാക്ക്. കാറ്റിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ചരട് പതുക്കെ ഒന്നെങ്കിൽ അത് നന്നായിട്ട് നല്ല കാറ്റുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് പറത്തി വിടും, അല്ലെങ്കിൽ നമ്മൾ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് ആ ഒരു പട്ടം നമ്മളെ കൺട്രോളിലാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്ട്രിങ്സ് നമ്മൾ ഒന്നെങ്കിൽ കുറച്ചൊന്ന് ഇതാക്കി കൊടുക്കും, അല്ലെങ്കിൽ ലൂസാവും. അപ്പോൾ നന്നായിട്ട് വിൻഡ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ലൂസാക്കി കൊടുക്കും. യു വിൻഡ് ഇറ്റ് ബാക്ക് ആൻഡ് റൺ അണ്ടിൽ എ ന്യൂ ബ്രീസ് ബ്ലോസ്. അപ്പോൾ നമ്മളെ വിൻഡ് പോയതിന് ശേഷം ആ പട്ടം പതുക്കെ അതിൻ്റെ താഴേക്ക് നമ്മൾ ആ സ്ട്രിങ്ങൊക്കെ നേരെയാക്കി വെക്കും. പിന്നെ അടുത്ത വിൻഡ് ആൻഡ് റൺ അണ്ടിൽ എ ന്യൂ ബ്രീസ് ബ്ലോസ്. ഒരു പുതിയ ബ്രീസ് പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ പട്ടത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയാണ്, നമ്മൾ അത് പിടിച്ചിട്ട് ഓടുകയല്ല ചെയ്യുക, എന്നിട്ടല്ലേ പട്ടം മുകളിലേക്ക് പോകുക. അതേപോലെ നമ്മൾ പെട്ടെന്ന് പിന്നെ ഒരു പുതിയൊരു ബ്രീസ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓടി ആ പട്ടത്തിനെ പിന്നെയും പറപ്പിക്കാൻ നോക്കും. And it wings fills and it goes it up and up it goes. അങ്ങനെ അത് വിങ്സ് അതിൻ്റെ ചിറക് വെച്ചിട്ട് പട്ടം മുകളിലേക്ക് ഉയരും. ആൻഡ് ദ ബ്രൈറ്റ് ഓൺ ദ ബ്ലൂ ആസ് എ കൈറ്റ് വെൻ ഇറ്റ്സ് ന്യൂ. അപ്പോൾ നമ്മുടെ കൈറ്റ് പിന്നെ ആ ആകാശത്തിലേക്ക് ചിറക് ഉയർത്തി പറന്ന് കളിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി എത്രത്തോളം ഉണ്ടായിരിക്കും എന്ന് നമ്മുടെ പോയിറ്റ് മനസ്സിൽ കാണുകയാണ്. ബട്ട് ഈ റാഡ്ജർ തിങ്സ് യു വിൽ നെവർ സീ. ബട്ട് എ റാഡ്ജർ തിങ്, എന്താണ് റാഡ്ജർ മീൻസ് ടോൺ, ഒന്നെങ്കിൽ കീറ അല്ലെങ്കിൽ ഡേർട്ടി എന്നുള്ള മീനിങ്. ഒരു സംഭവം അവിടെ ഉണ്ട്, നമുക്കെല്ലാവർക്കും ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ നിരാശപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ട്. യു വിൽ നെവർ സീ വെൻ എ ഫ്ലാപ്പ് ഓൺ എ സ്ട്രിങ് ഇൻ ദ ടോപ്പ് ഓഫ് എ ട്രീ. അപ്പോൾ നമ്മൾ പറത്തി കളിക്കുന്നതിനിടയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു പട്ടം പറത്തുന്നതിനിടയ്ക്ക് നമ്മുടെ പട്ടം പെട്ടെന്ന് ഒരു മരച്ചില്ലയിലോ കൊമ്പിലോ തട്ടി അത് അവിടെ കുടുങ്ങി കിടക്കുകയാൽ അപ്പോൾ അതവിടെ നശിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ അതിന് കേടുപാട് സംഭവിക്കുക. അത് ഒന്നുകിൽ ഒരു സൈഡ് പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ കീറിപ്പോവുകയൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ പട്ടം പറത്തുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംഭവം കൂടി നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ് നമ്മുടെ പോറ്റ് ആ പട്ടത്തിൻ്റെ ഭംഗി പറഞ്ഞ് ലാസ്റ്റ് അതിന് സംഭവിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പട്ടത്തിന് ഉണ്ടാകുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ അതിന് സംഭവിക്കുന്ന ആ ഒരു ലാസ്റ്റ് ഏതൊരു സാധനമാണെങ്കിലും നല്ല ഭംഗിയിൽ പറത്തിക്കൊണ്ട് വരുമ്പോൾ അതിന് സംഭവിക്കുന്ന പ്രശ്നമാണ് നമ്മുടെ പോയിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അറ്റ് ദ എൻഡ് അല്ലെങ്കിൽ ഫൈനലായിട്ട് വാട്ട് ഹാപ്പൻഡ് വെൻ ഇറ്റ്സ് ഫ്ലാപ്പ് ഓൺ എ സ്ട്രിങ് ഇൻ ദ ടോപ്പ് ഓഫ് എ ട്രീ. അത് ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ആ സ്ട്രിങ് പൊട്ടി അത് ഒരു മരച്ചില്ലയിലോ തണലിലോ കുടുങ്ങുന്ന ഒരു അവസ്ഥയാണ് പറഞ്ഞത് കേട്ടോ. I think all of you understand this poem. If you have any doubt, please try to clarify with me. Anyway, thank you everybody. Namah Shivaya.